ക്ലാസ്സിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് ഇവന്മാരെ പൊക്കും. നീ ഏത് ലോകത്താ ഇപ്പോ, എന്ത് സ്വപ്ന കണ്ടുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചോദിക്കും അല്ലെ. നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത്രയും നന്നായിട്ട് അഭിനയിച്ചും ടീച്ചർ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്നുള്ളത്. സോ ടീച്ചേഴ്സിന്റെ ഈ ഒരു സൂപ്പർ പവറിനെ പറയുന്ന പേരാണ് സെൻസറി ആക്ടിവിറ്റി. ഇത് ടീച്ചേഴ്സിന് മാത്രം സൂപ്പർ പവർ അല്ല, മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ഇത്തരം സെൻസറി ആക്ടിവിറ്റി കാണാൻ കഴിയും. എസ്പെഷ്യലി ലീഡേഴ്സിനൊക്കെ ഈ ഒരു സെൻസറി ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിയും. സോ ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ ടോൺ അല്ലെ, വോയിസിൽ വരുന്ന ബ്രേക്ക്, അയാളുടെ സംസാരം, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ നെർവസ് ആണോ, ഇയാൾ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണോ, സന്തോഷത്തോടെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഈ സെൻസറി ആക്ടിവിറ്റി ഉള്ള ആളുകൾക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈ സെൻസറി ആക്ടിവിറ്റി തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മുടെ കുട്ടികളെ, അതായത് ടീച്ചേഴ്സിന് സ്പെഷ്യലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു 30 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസോ അവരുടെ കണ്ണുകളിലെ നോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അതാണ് സെൻസറി ആക്ടിവിറ്റി. സോ ആ കുട്ടിയെ മനസ്സിലാക്കി, ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ച ഭാഗം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെൻസറി ആക്ടിവിറ്റി ക്യാൻ ബിൽഡ് റിലേഷൻസ്. അതായത് ഇപ്പം മാനേജേഴ്സും എംപ്ലോയീസ് ഒക്കെയാണെന്ന് വെച്ച് കൺസിഡർ ചെയ്യുക. സോ ഒരു എംപ്ലോയി എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇവൻ തോ അയാളെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് മാനേജർക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ തന്റെ എംപ്ലോയി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, എന്തോ ഇഷ്യൂ ഉണ്ട്, എന്തോ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കോൺഫ്ലിക്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻസറി ആക്ടിവിറ്റി മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ പവർ സെയിൽസ് പേഴ്സൺസിനും വളരെയധികം യൂസ്ഫുൾ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മുന്നിലേക്ക് വരുന്ന കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണോ അല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് ഗസ് ചെയ്യാനും അതനുസരിച്ചുകൊണ്ട് സംസാരിക്കാനും ഈ സെൻസറി ആക്ടിവിറ്റി അയാളെ സഹായിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടും സെൻസറി ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം മാൻഡേറ്ററി ആണ്. സോ ഈ സെൻസറി ആക്ടിവിറ്റി എന്നുള്ളതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആസ് എ ലീഡർ, ആസ് എ ടീച്ചർ, ആസ് എ മാനേജർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഈ സെൻസറി ആക്ടിവിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒബ്സർവ് പീപ്പിൾ. അതായത് മാറിയിരുന്നുകൊണ്ട് ആളുകളെ വീക്ഷിക്കാൻ ശ്രമിക്കുക. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ ജെസ്റ്റേഴ്സ്, എന്താണ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് മെല്ലെ അവരെന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു ഇമോഷൻ എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഊഹം ശരിയായിരുന്നോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ സെൻസറി ആക്ടിവിറ്റി നമുക്ക് മെല്ലെ മെല്ലെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഈ സെൻസറി ആക്ടിവിറ്റി എന്നുള്ള സൂപ്പർ പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ലിസൺ ചെയ്താൽ മതി. മറ്റൊന്നുമല്ല, നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അയാളെ വ്യക്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അതായത് അയാൾ പറയുന്ന സൗണ്ടിലെ, വോയിസിലെ പിച്ച്, ക്ലാരിറ്റി, അയാളുടെ ശബ്ദത്തിൽ വരുന്ന ഇടർച്ചകൾ ഒക്കെ നമ്മൾ ശ്രമിക്കുക. വല്ലാതെ സംസാരിക്കുന്നതിന് നമുക്കറിയാം വളരെയധികം ടെൻസ്ഡ് ആകുമ്പോഴാണ് അങ്ങനെ ഇടർച്ച വരാറുള്ളത് അല്ലെ. സോ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരാളുടെ വോയിസിനെ തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ സെൻസറി ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് നമ്മളുടെ ജെസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജസും എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സന്തോഷം വരുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി പലരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ പവർ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. സോ ഈ സെൻസറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്കിൽ മാത്രമല്ല, ഇത് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ കണക്ഷൻസും റിലേഷൻസും ഒക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ചുറ്റിലുള്ള ആളുകളുടെ ഇമോഷൻസ് അവർ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഈ സെൻസറി ആക്ടിവിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജോ കണ്ണോ കണ്ടു കഴിഞ്ഞാൽ ഒരു ടീച്ചർക്ക് മനസ്സിലാക്കണം. ആയാലാണ് അവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ എല്ലാവർക്കും ഒരേ ടോണിൽ ക്ലാസ് എടുത്തിട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു എംപ്ലോയി അവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സെൻസറി ആക്ടിവിറ്റി നമ്മുടെ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സ്, അതായത് അയാളെ മനസ്സിലാക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ സെൻസറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്കിൽ മാത്രമല്ല, ഒരു സൂപ്പർ പവർ ആണ്. ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. താങ്ക് യു.